രാഷ്ട്രീയ സേവനത്തിനായി ജീവിതം സമർപ്പിച്ച നിസ്തുലനായ കർമ്മയോഗിയുടെ നാമധേയം മടിക്കൈ കമ്മാരൻ. മടിക്കൈ എന്ന ഗ്രാമപേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്ര മേഖലകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് അസാമാന്യ ആജ്ഞാശക്തിയും നേതൃത്വ പാഠവുമുള്ള മടിക്കൈ കമ്മാരൻ എന്ന നേതാവിലൂടെയാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഉജ്ജ്വലമായ സമരഭൂമിയായിരുന്ന വടക്കേ മലബാറിലെ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യ ദാഹം സമൂഹത്തിലാകെ ആളിപ്പടർത്തിയ മഹാരഥന്മാരുടെ ഒരു പൈതൃകം ഏറ്റുവാങ്ങിയ ഈ മണ്ണിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നാടിനു വേണ്ടി സർവസ്വവും ത്യജിച്ച മഹാരഥന്മാരായ നേതാക്കളുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും ആ പാരമ്പര്യം പുലർത്തിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവുമെല്ലാം നാടിൻ്റെ നന്മയ്ക്കു വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ കർമ്മമേഖലയാണെന്ന് കരുതി പ്രവർത്തിച്ചവരുടെ നിരയിൽ അഭിമാനപൂർവം കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏകമനസ്സോടെ പറയാവുന്ന നാമധേയങ്ങളിൽ ഒന്നാണ് ശ്രീ മടിക്കൈ കമ്മാരൻ്റേത്. അരനൂറ്റാണ്ടിലധികം തന്റെ ചൂണ്ടുവിരൽ തുമ്പിൽ സാന്ത്വനത്തിന്റെ മാസ്മരിക പ്രഭാവം ജ്വലിപ്പിച്ചുകൊണ്ടിരുന്ന കർമ്മയോഗി. രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലങ്ങളിലും രാഷ്ട്രീയ പോർമുഖങ്ങളിലും മടിക്കൈയെ സ്മരിക്കുന്നത് അദ്ദേഹം ഒരു വാടാ നേതാവാണ്, അല്ലാതെ പോടാ നേതാവല്ല എന്നാണ്. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടത്തിൽ 1938 ജനുവരി മാസം 1-ാം തീയതി മടിക്കൈയിലെ ആഴങ്കോട് കുമ്മണാർ കളരി തറവാട്ടിലെ കുമ്പയമ്മയുടെയും പച്ചിക്കാരൻ കോരൻ എന്നിവരുടെയും മകനായി ജനിച്ച കമ്മാരൻ നാട്ടെഴുത്തച്ഛന്റെ കീഴിലുള്ള ഗുരുകുല വിദ്യാഭ്യാസ രീതിയിലായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം. പിന്നീട് ചെമ്മട്ടമയൽ ഗവൺമെന്റ് LP സ്കൂൾ, ഹോസ്ദുർഗ ബോർഡ് സ്കൂൾ, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിലുള്ള ഒരാളാണ് ശ്രീ മടിക്കൈ കമ്മാരൻ. കാസർഗോഡ് ജില്ല രൂപീകരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ ആവശ്യവുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് അതിന് ഏറ്റവും ശക്തമായിട്ടുള്ള വക്താവായിട്ട് ശ്രീ മടിക്കൈ കമ്മാരേട്ടൻ മുൻപന്തിയിലുണ്ടായി എന്നുള്ളതാണ്. റവന്യൂ അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ണൂർ ജില്ലയെ വിഭജിച്ച് കാസർഗോഡ് ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ BJP ഹൊസ്ദുർഗ് താലൂക്കിനെയും കാസർഗോഡ് താലൂക്കിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ കാസർഗോഡ് ജില്ലയാക്കിയിട്ട് സംഘടനാപരമായിട്ട് ജില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യ അധ്യക്ഷനായിട്ട് ശ്രീ കമ്മാരേട്ടൻ ചുമതല ഏൽക്കുകയും ചെയ്തു. നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഒരു വക്താവും കൂടിയാണ് ശ്രീ കമ്മാരേട്ടൻ. എല്ലാവരുടെയും പ്രിയങ്കരനാകുമ്പോൾ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, ഈ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി, താൻ വിശ്വസിക്കുന്ന ആദർശത്തിന് വേണ്ടി സന്ധിയില്ലാ സമരം ചെയ്തിട്ടുള്ള ഒരു നേതാവാണ്. പഠനകാലത്ത് AISFന്റെ നേതാക്കളായ CK ചന്ദ്രപ്പന്റെയും NC മമ്മൂട്ടിയുടെയും നേതൃപാടവത്തിൽ ആകൃഷ്ടനായി പൊതുപ്രവർത്തന രംഗത്ത് പ്രവേശിച്ചു. കമ്മാരനിലെ നേതൃപാടവത്തെ കണ്ടെത്തിയത് രാഷ്ട്രീയ ഗുരുനാഥൻ മടിക്കൈ കുഞ്ഞിക്കണ്ണനായിരുന്നു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വടക്കന്തോട്ടത്തിൽ അമ്പാടി കമ്മാരനിലെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ ജ്വലിപ്പിച്ചു. 1960-ൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി. രാഷ്ട്രീയത്തിലെ ഉജ്ജ്വല വ്യക്തിത്വങ്ങളായിരുന്ന NK ബാലകൃഷ്ണൻ, K ചന്ദ്രശേഖരൻ, KV നാരായണൻ, ഉദുമ ബാലകൃഷ്ണൻ എന്നിവരുമൊത്തുള്ള പ്രവർത്തനത്തിലൂടെ തന്റെ ജനസേവന രംഗം തിളക്കമുള്ളതാക്കി. ശ്രീ മടിക്കൈ കമ്മാരനുമായിട്ടുള്ള എൻ്റെ അല്ലെങ്കിൽ കമ്മാരേട്ടനുമായിട്ടുള്ള എൻ്റെ വ്യക്തിബന്ധം തുടങ്ങുന്നത്
1970-കളുടെ അവസാനത്തിലാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടം കഴിഞ്ഞിട്ട് നെഹ്റു കോളേജിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായി ഉപരിപഠനത്തിനായി എത്തിയ ഒരു കാലഘട്ടത്തിലാണ് സംഘടനാ പ്രവർത്തനത്തിലുള്ള ഒരു ബന്ധം കൊണ്ടാണ് കമ്മാരേട്ടനായിട്ടുള്ള എൻ്റെ പോലുള്ള ഒരു തലമുറയുടെ ബന്ധം തുടങ്ങുന്നത്. എൻ്റെ കൂട്ടത്തിൽ പെടുന്നല്ല, എൻ്റെ ഒരു തലമുറ, എൻ്റെ കൂടെയുള്ള ഒരു തലമുറ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമെന്നുള്ള നിലക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരാവാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കമ്മാരേട്ടനെ പോലുള്ള നേതാക്കന്മാരന്ന് അവരുടെ പ്രത്യേകതകളെ കണ്ടറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ അതിൽ ആകൃഷ്ടരായത്. സ്വാഭാവികമായിട്ടും വളരെയധികം നമ്മുടെയൊക്കെ പൊതുപ്രസ്ഥാനത്തിന് പൊതുജീവിതത്തിന് വളരെയധികം ആവേശം പകരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കമ്മാരേട്ടൻ്റേത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ സഹപ്രവർത്തകന്മാരെന്നുള്ള നിലയിലാണ് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ നിലയിൽ ഗ്രാമപ്രദേശങ്ങളിൽ എന്ത് പ്രതിരോധമുണ്ടെങ്കിലും അതിനെ എതിർത്തുകൊണ്ട് ആത്മധൈര്യത്തോടുകൂടി കർമ്മരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നതിന് കമ്മാരൻ തൻ്റെ ഇടം കാണിച്ചിരുന്നു. അങ്ങനെ ഈ രാജ്യത്തിലെ അധസ്ഥിത വർഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായി ലോഭമില്ലാതെ പ്രവർത്തിച്ച ആത്മാർത്ഥമുള്ളൊരു പ്രവർത്തകനാണ് ശ്രീ കമ്മാരൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ശ്രീ മടിക്കൈ കമ്മാരേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് മുമ്പുള്ളവർ പറഞ്ഞ മാതിരി അദ്ദേഹവുമായി രാഷ്ട്രീയത്തിൽ ഒരുമിച്ചോ അല്ലെങ്കിൽ വ്യത്യസ്ത ചേരികളിൽ നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് പറയാനില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം, അതായത് അദ്ദേഹം ഏതു പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്തോ ആ പ്രസ്ഥാനത്തിനു വേണ്ടി ഏതറ്റം വരെ പോവാനും ധൈര്യം കാണിച്ച ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ ക്ഷേത്രകാര്യങ്ങളിലും അതുപോലുള്ള മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെയാണ് ബന്ധപ്പെടാൻ സാധിച്ചത്. 1971 പരമേശ്വർജി, KG മാരാർ, ഉമാനാഥറാവു, O രാജഗോപാൽ എന്നീ നേതാക്കളുടെ ആദർശങ്ങളിൽ നിഷ്ഠ സമർപ്പിത ജീവിതം എന്നിവ മാതൃകയാക്കി രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായ മടിക്കൈ കമ്മാരൻ ഏവർക്കും പൊതുസമ്മതനം സ്വീകാര്യനുമായി ഉയർന്നു. ശ്രീ കമ്മാരേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലയിലെ അനിഷേധ്യനായിട്ടുള്ള നേതാവ്, ഒരുപക്ഷെ ഈ മണ്ണിൽ ഈ മഹാപ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടിരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ശ്രീ കമ്മാരേട്ടൻ മടിക്കൈ എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തെ തൻ്റെ പേരോട് ചേർത്തിട്ടുള്ള കർമ്മധീരനായിട്ടുള്ള നേതാവ്. തൻ്റെ സഹപ്രവർത്തകർ ഏതെങ്കിലും ഒരു തരത്തിൽ വിഷമത്തിൽപ്പെടുമ്പോൾ ഏതു രാത്രിയിലും ഏത് സമയത്തും എവിടെയും കടന്നു ചെല്ലുന്ന ആ ധീരനായ നേതാവിനെ കുറിച്ച് ഒരുപാട് വേദികളിൽ പറഞ്ഞതുപോലെ, ഒരുപാട് സംഘർഷ മുഖങ്ങളിൽ പറഞ്ഞതുപോലെ, എൻ്റെ ശബത്തിൽ ചവിട്ടി മാത്രമേ എൻ്റെ പ്രവർത്തകരെ തൊടാൻ പറ്റുകയുള്ളൂ എന്ന ആർജവത്തോട് പറഞ്ഞ ഒരു നേതാവ്. കമ്മാരേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഘപ്രസ്ഥാനങ്ങൾക്ക് ഉത്തര കേരളത്തിലും അതിലുപരി കാസർഗോഡ് ജില്ലയിലും ഏറെ വേരോട്ടം നടത്താൻ സഹായിച്ച ഒരു സംഘപ്രസ്ഥാനത്തിൻ്റെ മാർഗദർശി കൂടിയാണ് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മടിക്കൈ കമ്മാർജി. നമുക്കറിയാം, ഒരു കാലത്ത് ഇവിടെ രാഷ്ട്രീയ സംഘടനകളൊക്കെ നടക്കുന്ന കാലത്തും സ്വന്തം അണികളിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം അനുഭവപ്പെട്ടാൽ ആ പ്രവർത്തകനെ അയാളുടെ വീട്ടിൽ സംരക്ഷിച്ച് അവരുടെ വീട്ടിലെത്തിക്കുകയോ ഓഫീസിലെത്തിക്കുകയോ ചെയ്തിട്ടല്ലാതെ അദ്ദേഹത്തിന് ആ രാത്രികളിൽ ഉറക്കമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. നമുക്കറിയാം, പല പ്രശ്നങ്ങളും നടക്കുന്ന സമയത്തൊക്കെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കൾ പോടാ നീ പോയി സംഘടന നടത്തി വാ എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. മറിച്ച് കമ്മാരേട്ടൻ മുന്നിൽ നടന്ന് അണികളെ അത് സംഘടനയ്ക്ക് വേണ്ടി അത്രയധികം ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് നടത്തി വന്നിട്ടുള്ളത്. മടിക്കൈ കമ്മാരേട്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല, പിന്നെ അവരെ കൂടി ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ ഒക്കെയുള്ള പ്രവർത്തകർ അവർ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടും അവരെക്കുറിച്ച് ഞാൻ സ്റ്റഡിയാക്കിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് കമ്മാരേട്ടെന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ മുതിർന്ന ലീഡേഴ്സിലെ ഒരു ലീഡറാണ്. ഇന്ന് കാസർഗോഡ് ഇങ്ങനെ ആവാൻ സാധിക്കാൻ കാരണം കമ്മാരേട്ടനാണ്. ഇന്ന് കാസർഗോഡ് ജില്ല
കിട്ടാൻ വേണ്ടിയിട്ട് നിരവധി സമരങ്ങൾ ചെയ്ത ഒരാളാണ് കമാരേട്ടൻ. അതേപോലെ കമാരേട്ടൻ എങ്ങനെയാണ് ജീവിച്ചിട്ട് നമുക്ക് കാണിച്ചിട്ടുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർ ജീവന സ്വരൂപമാണ് നമ്മളെ കൺമുമ്പിൽ ഉള്ളത്. ഒരു പ്രവർത്തക, ഈ BJPയുടെ പ്രവർത്തകർ എങ്ങനെ ആയിട്ടുണ്ടാവണം എന്ന് നമുക്ക് കാണിച്ചു കൊടുത്ത ഒരാളാണ് കമാരേട്ടൻ. ഇങ്ങനെയുള്ള കമാരേട്ടൻ്റെ ഒരു നാടിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അയാൾ കൊടുത്തിട്ടുള്ള നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആനന്ദാശ്രമം സച്ചിദാനന്ദ സ്വാമിയുമായുള്ള സൗഹൃദം ആധ്യാത്മിക രംഗത്തിലേക്ക് നയിച്ചു. ഏകാത്മ മാനവദർശനത്തിൽ അടിയുറച്ച് സർവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഏവരുടെയും മാർഗദർശിയായി നിലകൊള്ളുന്ന കർമ്മയോഗിയാണ് മടിക്കൈ കമ്മാരൻ. വർഷക്കാലമായിട്ട് മടിക്കൈ കമ്മാരനുമായി വളരെയേറെ ആത്മബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ 78 വയസ്സ് തികഞ്ഞ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷവും ചാരിതാർത്ഥവുമുണ്ട്. ചെറുപ്പകാലത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ജനസംഘത്തിൻ്റെയും പ്രവർത്തകനായി വളരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജനസംഘത്തിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ 1971 ഞാനാണ് മെമ്പർഷിപ്പ് കൊടുത്തത് എന്നത് ഞാൻ ഇന്നും ഓർക്കുകയാണ്. 1971 കാലത്താണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി വിട്ട് ജനസംഘത്തിൽ മെമ്പർഷിപ്പായത്. അന്ന് ജനസംഘത്തിൻ്റെ അവിഭക്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ ഞാനാണ് മടിക്കൈ കമ്മാരന് ജനസംഘത്തിലേക്ക് മെമ്പർഷിപ്പ് കൊടുത്തത് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. രാഷ്ട്രീയത്തിൽ വളരെ സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ സ്ഥാനമാനത്തിലുപരി ഒരു ആജ്ഞാശക്തിയാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു നേതൃത്വ ഗുണം എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ആ നിലക്ക് എടുക്കുന്ന തീരുമാനത്തിൽ തെറ്റുണ്ടെങ്കിലും ശരിയുണ്ടെങ്കിലും എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നുള്ള ഏറ്റവും മഹത്തായ ഒരു നേതൃത്വ ഗുണമുള്ള ഒരു നേതാവായിരുന്നു മടിക്കൈ കമ്മാരൻ എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും മാതൃകാപരമായ ഒരു കീഴ്വഴക്കമായിട്ട് നമുക്കതിന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് അനുകരണീയ മാതൃകകൾ കുറ്റിയേറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായൊരു സാഹചര്യത്തിൽ മടിക്കൈ കമ്മാരേട്ടനെ പോലെയുള്ള അപൂർവം ഭാഗ്യശാലികളായ പൊതുപ്രവർത്തകരെ ജനസമക്ഷം അവതരിപ്പിക്കുക എന്നത് പൊതുപ്രവർത്തകരായ നേതൃരംഗത്തുള്ളവരുടെ വലിയ ചുമതലയാണ്. കേരാളി എന്ന പേരിൽ ശ്രീ കമ്മാരേട്ടൻ്റെ സംഭവ ബഹുലമായ ജീവിതത്തെ പുതിയ തലമുറയിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ധാർമ്മിക സനാതന മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയിലേക്ക് അവരെ ആകർഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ സന്ദർഭത്തിലുള്ളത്. രാഷ്ട്രീയം എന്നതിനേക്കാളേറെ സാമൂഹ്യവും അതുപോലെ വിദ്യാഭ്യാസപരവുമായ ഉന്നമനങ്ങൾക്ക് വേണ്ടിയെല്ലാം ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്ന രീതിയിലുള്ളൊരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഐഹികമായ സുഖഭോഗങ്ങളോടോ ലാഭേച്ഛയോടോ ഒരു അടുപ്പവുമില്ലാത്ത രീതിയിൽ 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതം കാണാൻ കമ്മാരേട്ടനിലേക്ക് പോകേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. മറ്റെല്ലാ അർത്ഥത്തിലും ജനങ്ങളുമായി ഇടപഴകുക എന്ന് പറയുന്നത് കൃത്രിമത്വമില്ലാത്ത ആ ഇടപഴകൽ, ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഇടപെടലുകൾ എപ്പോഴും സാഹചര്യങ്ങൾക്കും ആവശ്യകതകൾക്കും അനുസൃതമാകുമ്പോൾ അതൊന്നുമില്ലാതെ മറകളില്ലാത്ത ഒരു സ്വഭാവ വിശേഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ അവരവരുടെ വിശ്വാസങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് മറ്റുള്ളവരുമായി സഹവസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് തെളിയിക്കാൻ കമ്മാരേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. കർമ്മനിരതമായ തന്റെ ജീവിതത്തിൽ മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് റേഷൻ ഷാപ്പ് മാനേജറായും തുടർന്ന് മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, അടിയന്തരാവസ്ഥ കാലത്ത് ലോക സംഘർഷ സമിതി താലൂക്ക് കൺവീനർ, 1980 BJPയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, 1983 കാസർഗോഡ് ജില്ലാ രൂപീകരണ പ്രക്ഷോഭണ നേതൃത്വം, 84 മുതൽ 87 വരെ BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും BJP സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ദേശീയ സമിതി അംഗം, തിരുവനന്തപുരം, മലപ്പുറം, ഇടുക്കി, വയനാട്, കൊല്ലം ജില്ലകളുടെ സംഘടനാ ചാർജ്, കാഞ്ഞങ്ങാട് സാമൂഹ്യ സാംസ്കാരിക വികസന രംഗങ്ങളിൽ നിറസാന്നിധ്യം, ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ മുഖ്യ സംഘാടകൻ, അനുരഞ്ജകൻ, അങ്ങനെ മടിക്കൈ കമ്മാരൻ എന്ന മഹാനുഭാവന്റെ കർമ്മപദങ്ങൾ അനവധിയാണ്. അമ്പലത്തറ
ഈ പൂതങ്ങാനം സർവീസ് സഹകരണ ബാങ്കിൻ്റെ അനുബന്ധ പ്രദേശങ്ങളായിട്ടുള്ള അമ്പലത്തറ, പൂതങ്ങാനം, അഞ്ചമ്പയിൽ, വാഴക്കോട്, ഏച്ചിക്കാനം, കാരാക്കോട്, പറക്കളായി തുടങ്ങിയ പ്രദേശങ്ങളിൽ മടിക്കൈ കമ്മാരൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി മാത്രമല്ല ഇവിടുത്തെ ആളുകൾ കാണുന്നത്. ഇവിടുത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ അവരുടെ ഹൃദയ അന്തരാളങ്ങളിൽ സൂക്ഷിക്കുന്ന ഒരു മുഖമാണ് ശ്രീ കമ്മാരേട്ടൻ്റേത്. ഈ പ്രദേശത്ത് ആളുകൾക്ക് ഏത് കുടുംബത്തിൽപ്പെട്ടവരായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ടവരായാലും ശരി, ഏത് മതത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളായാലും ശരി, അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും പ്രയാസം വന്നാലും ശ്രീ കമ്മാരേട്ടൻ ഓടിയെത്തുന്ന ഒരു നേതാവാണ്. ഈ പ്രദേശത്തെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ ഒരു മനുഷ്യനാണ്, ഒരു നേതാവാണ് ശ്രീ കമ്മാരേട്ടൻ. പൂതങ്ങാനം സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ 1971 പ്രവർത്തനം ആരംഭിച്ച ഈ ബാങ്കിൽ 3 പതിറ്റാണ്ടിലേറെക്കാലം ഈ ബാങ്കിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരികയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ കമ്മാരേട്ടൻ്റേത്. ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ ഈ സ്ഥാപനത്തിൽ കൈപിടിച്ച് കൊണ്ടുവരികയും ജോലി നൽകുകയും, അതായത് സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിലെ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനായിട്ട് മാറാൻ വേണ്ടി ശ്രീ കമ്മാരേട്ടന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വ്യത്യസ്ത മുഖം എന്ന് പറയാൻ അദ്ദേഹം. It's indeed a privilege today on the 70th eve of our independence. I have with me on my side Mr. Madhikan Kamaran, who is a very senior Bharatiya Janata Party leader. He is a member of the National Council. He is the state vice president of the Bharatiya Janata Party, and of course he has been involved in the district politics of Kasaragod. He has been on every occasion contributing whatever best he could do for creating the base for the Bharatiya Janata Party, and his contribution is relentless. Make Bharatiya Janata Party emerge in the state of Kerala is acknowledged across the board. I congratulate him for his good job. I congratulate him for long life, and I'm sure he is going to do much more. He is going to contribute to the society in a big way. So my congratulations once again to you, sir. മടിക്കൈ കമ്മാരൻ എന്ന മഹാനുഭാവന്റെ ജീവിതം തീക്ഷ്ണമായ ജീവിതത്തിന്റെയും ധീരമായ പോരാട്ടത്തിന്റെയും താളുകളുണ്ട്. അതിനിടയിൽ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി സാധാരണക്കാർക്ക് വേണ്ടി പൊരുതിയ മനുഷ്യൻ, മനസ്സിലെ ആശയങ്ങളും നിലപാടുകളും മുറുകെ പിടിച്ച രാഷ്ട്രീയക്കാരൻ, നിലപാടുകളിൽ നിന്ന് ഒപ്പമുള്ളവരും നേതൃത്വവും വ്യതിചലിച്ചപ്പോൾ തന്റെ മനസ്സ് പറയുന്നിടത്ത് നിലയുറപ്പിച്ച നേതാവ്. അവിടെയാണ് മടിക്കൈ കമ്മാരൻ എന്ന രാഷ്ട്രീയ നേതാവ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത്. 2017 കാലയവനികകൾക്കുള്ളിൽ മറഞ്ഞുവെങ്കിലും ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളിൽ ഇന്നും എന്നും മടിക്കൈ കമ്മാരൻ എന്ന ഉജ്ജ്വല നേതാവ് നിറഞ്ഞു നിൽക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവായിരുന്ന ശ്രീ മടിക്കൈ കമ്മാരേട്ടൻ ഈ നാടിൻ്റെ തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്നു. ഏത് കാര്യത്തിലും മുന്നിൽ നിന്നുകൊണ്ട് സധൈര്യം ഈ നാട്ടിലെ ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആത്മധൈര്യം പകർന്ന ഒരു നേതാവായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഈ നാടിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ ഒരു കൂട്ടായ്മയുടെ കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ പ്രവർത്തിച്ച നേതാവാണ് ശ്രീ കമ്മാരേട്ടൻ. കമ്മാരേട്ടൻ്റെ പേരിൽ നിർമ്മിക്കുന്ന ഈ ഡോക്യുമെൻ്ററിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ ഡോക്യുമെൻ്ററി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ പ്രവർത്തിച്ച കുരുക്ഷേത്ര സാംസ്കാരിക വേദി അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇവിടുത്തെ എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.